ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഇതിനും സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പസിന്റെ അവബോധത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എന്താണ് ബോധം എന്നതും എന്താണ് അവബോധം എന്നതിനെ കുറിച്ചുമുള്ള ഒരു ധാരണ നമുക്ക് ഇന്നലെ ഉണ്ടായി. അതായത് കാലിക നവീകരണം, ബോധത്തിനുണ്ടാവുന്ന കാലിക നവീകരണമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പോ ഈ അവബോധത്തിന്റെ ഒരു പ്രസക്തി ഉണ്ടല്ലോ ജീവിതത്തിന്, അതിനെക്കുറിച്ച് ഒരു സൂചന നമുക്ക് എത്ര മാനങ്ങളിൽ അവബോധത്തെ കാണാൻ കഴിയും, അല്ലെങ്കിൽ അവബോധം നമ്മളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിനനുസരിച്ച് അവയുടെ എഫക്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ഡയമെൻഷൻസ് ഓഫ് അവെയർനെസ് ഡിറ്റർമിൻ ദ വിഡ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഡെപ്ത് ഓഫ് ലൈഫ്. അവബോധത്തിന് എത്ര മാനങ്ങളുണ്ടോ അത്ര കണ്ടാണ് ജീവിതം. അവബോധത്തിന് എത്ര മാനങ്ങളുണ്ടോ അത്ര കണ്ടാണ് ജീവിതം. അപ്പോ ഈ അവബോധം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. അതായത് കാലികമായ നവീകരണം, ബോധത്തിനുണ്ടായ കാലികമായ നവീകരണം. എന്നാൽ അവബോധത്തിന് വ്യത്യസ്ത മാനങ്ങളുണ്ട് എന്നുള്ള ഒരു വശമുണ്ട്. മാനം എന്ന് പറയുമ്പോൾ നമുക്ക് അളക്കാൻ കഴിയുന്നത്, അളവിന്റെ ഒരു തോത് അല്ലെങ്കിൽ അളവിന്റെ ഒരു സമീപനം എന്ന രീതിയിലൊക്കെ അതിനെ മനസ്സിലാക്കണം. അവബോധത്തെ നമ്മൾ എങ്ങനെയാണ് അളക്കുക, അല്ലെങ്കിൽ അവബോധം ഏതെല്ലാം വിധത്തിലുണ്ട് എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ അവബോധം എന്ന് പറയുമ്പോൾ ബോധത്തിന്റെ സഹജമായ രൂപത്തിൽ വരുന്ന മാറ്റമാണെന്ന് പറഞ്ഞു. അപ്പോൾ സഹജമായ രൂപത്തിൽ വരുന്ന മാറ്റം വലുതായിട്ടുണ്ടായില്ല, ചെറുതായിട്ടുണ്ടായില്ല, അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്നിരിക്കട്ടെ. അപ്പോൾ മാറ്റം 0 ആണ്. ആ 0 ആയിട്ടുള്ള മാറ്റത്തോടു കൂടിയുള്ള ബോധം, ആ ബോധത്തിനെയും നമുക്ക് അവബോധം എന്ന് വിളിക്കാമല്ലോ. അതിനെയാണ് സഹജാവബോധം എന്ന് പറയുന്നത്. സഹജാവബോധം. പക്ഷെ ഈ സഹജാവബോധത്തെ എല്ലാവർക്കും അവബോധമായി കൈക്കൊള്ളാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. കാരണം പലരും സഹജാവബോധത്തിൽ നിന്നും വിട്ടുമാറിയ, സഹജാവബോധത്തിൽ നിന്നും ദൂരെ പോയാണ് ജീവിക്കുന്നത്. സത്യത്തിൽ ദൂരെ പോകാൻ കഴിയുമോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ സഹജാവബോധം വെളിയിലേക്ക് തലയെടുക്കുന്ന സമയത്ത് അതിനെ മറച്ചു വെക്കുന്നുണ്ട് നമ്മൾ. ഉദാഹരണത്തിന് ഇപ്പോ ലൈംഗിക ചോദന സ്വാഭാവികമായും മനുഷ്യനുണ്ടാവുന്ന ഒരു വികാരമാണ് ലൈംഗിക ചോദന. പക്ഷെ ലൈംഗിക ചോദന നമ്മുടെ സമൂഹത്തിലേക്ക് വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് അത് മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഉള്ളിൽ ആന്തരികമായിട്ട് ചോദന ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉണ്ടാകുന്ന സമയത്ത് പലരും നമ്മൾ ഈ കൗൺസിൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, എന്റെ ഉള്ളിൽ ഇത്തരം വികാരങ്ങൾ ഉണ്ടാകുന്നു, അപ്പൊ ഞാൻ തെറ്റായ ഒരു വ്യക്തിയാണോ, ഞാൻ തെറ്റായ ഒരു ആണാണോ, അല്ലെങ്കിൽ തെറ്റായ പെണ്ണാണോ എന്ന് തോന്നുന്ന ഒരവസ്ഥ. ഇത് മോശം വികാരമാണ് എന്ന് പറയുന്ന ഒരവസ്ഥ. സഹജചോദനയാണിത്. സഹജചോദന വെളിയിലേക്ക് വരുന്നത് മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വശത്ത്, സാമൂഹ്യമായിട്ടത് വെളിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് ഒരു വശത്ത്, മറ്റൊന്നുള്ളിൽ അത് ഉണരുന്നു എന്നുള്ളത് മറുവശം. അപ്പൊ ഇവ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വ്യക്തിയിൽ നിലനിൽക്കും. അപ്പോ സഹജചോദന എന്നുള്ളതും അവബോധമാണ്. സഹജാവബോധം എന്നുള്ളത് അവബോധമാണ്. 2, ഈ സഹജാവബോധത്തിൽ തന്നെ സഹജാവബോധമായിട്ട് ബേസിക് ഫാക്കൽറ്റി ഉള്ള ഒരു കാര്യത്തിൽ ശിക്ഷണം കൊണ്ട്, ജീവിത പരിചയം കൊണ്ട്, ശിക്ഷണം കൊണ്ട് അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ചെറിയ മാറ്റങ്ങൾ വന്ന് അവതരിപ്പിക്കപ്പെടുന്നു, അനുഭവിക്കപ്പെടുന്നു. അപ്പോ എന്റെ ചുറ്റുപാടിനനുസരിച്ച്, ഞാൻ ജീവിക്കുന്ന പരിസരത്തിനനുസരിച്ച്, ഞാൻ ജീവിക്കുന്ന ഒരു സമ്പ്രദായത്തിനനുസരിച്ച്, ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച്, ഞാൻ ജീവിക്കുന്ന ആ ഒരു കാലത്തിന്റെ മണ്ഡലത്തിനനുസരിച്ച് എന്നിൽ ശിക്ഷിതമായ മാറ്റം ഉണ്ടാവും. ശിക്ഷണം കൊണ്ട് നേടിയ കുറെ മാറ്റം ഉണ്ടാവും. ആ മാറ്റം എന്ന് പറയുന്നത് ആണ് ശിക്ഷിതാവബോധം എന്ന് പറയുന്നത്. അതാണ് ശീലങ്ങളുടെ രൂപത്തിൽ കാണുന്നത്. ഈ ശീലങ്ങളാകുന്നതിന് മുമ്പ് എല്ലാവർക്കും എല്ലാ കാര്യവും ശീലിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോ ഓരോ കാര്യങ്ങൾക്കും ഓരോരുത്തരും വഴക്കമുണ്ടാവും. ആ വഴക്കം അവനവന്റെ ജന്മസിദ്ധിക്കനുസരിച്ച്, ജന്മവാസനയ്ക്കനുസരിച്ചാണ് ഉണ്ടാവും. ആ വഴക്കത്തിനനുസരിച്ചുള്ള കാര്യങ്ങളിലാണ് അവർ പോയി ഇടപെടുക. അങ്ങനെ നിരന്തരം ആ വഴക്കമുള്ള മേഖലകളിൽ ഇടപെടുന്ന സമയത്ത് അവർക്ക് വന്നു ചേരുന്ന ഒരു കാര്യമാണ് തഴക്കം. അപ്പോൾ വഴക്കമുള്ളവർക്ക് തഴക്കമുണ്ടാകും.
അപ്പൊ പല കാര്യങ്ങളിൽ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ വഴക്കവും തഴക്കവും നമുക്കുണ്ട്. വിസർജനത്തിന്റെ കാര്യത്തിൽ വഴക്കവും തഴക്കവും ഉണ്ട്. ഈ ഭക്ഷണം കഴിക്കുക വെച്ചാൽ ഭക്ഷണം വായിലിടുക ചവയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിന് നമ്മൾ എങ്ങനെ എടുക്കണം, എന്നിട്ട് എങ്ങനെ ഉരുട്ടണം. ഇപ്പൊ ഒരു സായിപ്പാണ് അവിടെ വരുന്നതെന്ന് വെച്ചാൽ സായിപ്പിന് ഈ ഉരുട്ടി കഴിക്കൽ കഴിയില്ല. ഒരു ചൈനക്കാരനാ വരുന്നത് വെച്ചാൽ അവനത് അങ്ങനെ എടുത്ത് കഴിക്കൽ കഴിയില്ല. അപ്പൊ അത് നമ്മുടെ വഴക്കമാണ്. ചൈനക്കാരന്റെ ആ വടി കൊണ്ടെടുത്ത് കഴിക്കുന്ന പരിപാടി നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോ ഈ ജന്മസിദ്ധമായ വഴക്കത്തിനനുസരിച്ച് പിന്നെ തഴക്കം നേടിയിട്ടാണ് ആ സഹജാവബോധം എന്നുള്ളത് ശിക്ഷിതാവബോധമായി വെളിപ്പെടുന്നത് പിന്നീട്. അപ്പോ ശിക്ഷിതാവബോധം എന്ന് പറയുന്നത് ഒരു മാനമാണ്. അവിടെയാണ് ശീലങ്ങൾ, എക്സ്പെർട്ടൈസ് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവുക. അടുത്ത ഒരു മാനമുണ്ട്. നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച ഒരു കാര്യം ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം. ആ ബോധമാണ് വിശ്വാസം എന്ന രീതിയിൽ നമ്മൾ വെളിപ്പെടുന്നത്. ആ വിശ്വാസമായിട്ട് വെളിപ്പെടുന്ന ആ ഒന്നിനെയാണ് നമ്മൾ ധാരണാവബോധം, കോംപ്രിഹെൻഷൻ എന്ന് പറയാം. ധാരണ. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടു, കുറെ കാര്യങ്ങളിലൂടെ പോയി, അതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശക്കുമ്പോഴെല്ലാം തന്നെ എന്റെ ഉള്ളിലേക്ക് ചോറ് ചെല്ലുന്നു. ചോറ് സാമ്പാർ കൂട്ടി ചെല്ലുന്നു, തൈര് കൂട്ടി ചെല്ലുന്നു, രസം കൂട്ടി ചെല്ലുന്നു, പല തരം മിശ്രിതങ്ങൾ ചേർത്ത് അകത്തേക്ക് ചെല്ലുന്നു. അതുകൊണ്ട് വിശക്കുമ്പോൾ കഴിക്കേണ്ടത് ഭക്ഷണം ചോറാണ് എന്ന രീതിയിൽ എന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാവുന്നു. അപ്പോ അടുത്തൊരു തവണ വിശക്കുന്ന സമയത്ത് ചോറെന്നുള്ളതാണ് മനസ്സിൽ വരിക. അപ്പൊ ഇത് വിശ്വാസം എന്നുള്ളൊരവസ്ഥയാണ്, ധാരണാവബോധം. ആ ധാരണാവബോധമാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ തന്നെ ഞാൻ എവിടെ ജീവിക്കണം. ഇപ്പൊ ചപ്പാത്തി മാത്രം കിട്ടുന്ന അല്ലെങ്കിൽ ഗോതമ്പിന്റെ പ്രൊഡ്യൂസേഴ്സ് മാത്രം കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയി എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ള തോന്നലിലേക്ക് ഞാൻ ചെല്ലുന്നത് ഈ ധാരണാവബോധം കൊണ്ടാണ്. എന്റെ മുന്നിൽ കാണുന്ന ഒരു കാര്യം ശരിയല്ല എന്ന രീതിയിൽ നിരൂപിക്കാൻ എനിക്ക് തോന്നുന്നത് ധാരണാവബോധം കൊണ്ടാണ്. അപ്പോ ആ വിശ്വാസം എന്നുള്ള അവസ്ഥയാണ് അടുത്തത്. അപ്പോ അത് ഒരു തലമാണ്. വിശ്വാസമല്ല, ഇതിനു മുമ്പുണ്ടായ അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവം കൊണ്ടുണ്ടായ എക്സ്പെർട്ടൈസ് ഉണ്ടല്ലോ, ആ എക്സ്പെർട്ടൈസിലാണ് ഞാൻ ജീവിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ വഴക്കമുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ചപ്പാത്തി തിന്നുന്ന നാട്ടിൽ പോയി ചപ്പാത്തിയോട് എനിക്ക് വഴങ്ങാൻ കഴിയുമെന്ന് പറയുമ്പോൾ എന്റെ ഭക്ഷണം ചോറാണെങ്കിൽ പോലും ചപ്പാത്തിയും കൊള്ളാം എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ വിശ്വാസത്തിനേക്കാളും കൂടുതൽ എന്റെ വഴക്കം കൊണ്ട് എനിക്ക് അതിനെ അതിജീവിക്കാൻ പറ്റിയാൽ ഞാൻ അവിടെ സുഖകരമായിട്ട് നിലനിന്ന് പോകും. അത് കഴിഞ്ഞില്ലെങ്കിൽ ഈ വിശ്വാസം എന്നെ റോൾ ചെയ്യും. അപ്പോ ആ വിശ്വാസം, ധാരണാവബോധം എന്ന് പറയുന്ന ആ ഒന്നാണ് അടുത്ത മാനം. അടുത്ത ഒന്നുണ്ട്. നമ്മളൊരു കാര്യത്തെ കുറിച്ച് നമ്മുടെ ആന്തരികമായിട്ടുള്ള അറിവിൽ നിന്നും ആന്തരികമായ ബോധ്യത്തിൽ നിന്നും നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോ ചോറ് ആണ് നമ്മുടെ ഭക്ഷണം, നമ്മുടെ വിശ്വാസത്തിലുണ്ട്. ചോറ് അല്ലാത്തൊരു ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ശരിയായി വരില്ല എന്ന വിശ്വാസം എൻ്റെ ഉള്ളിൽ നിലനിൽക്കുകയാണ്. അപ്പോഴാണ് ചോറല്ലാത്തൊരു ഭക്ഷണം എൻ്റെ മുന്നിലേക്ക് വരുന്നത്. അപ്പോ ഞാൻ ഓർക്കുന്നു, ചോറില്ലാത്ത ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്കുണ്ടായ ശാരീരിക സ്വാസ്ഥ്യങ്ങൾ, വയറിളകി പോയി, അല്ലെങ്കിൽ തലവേദന വന്നു, അതല്ലെങ്കിൽ ദഹനക്കേടുണ്ടായി, ഉറക്കം വന്നില്ല എന്നുള്ള രീതിയിൽ ഉണ്ടായി. അപ്പൊ ഞാൻ ഈ ഭക്ഷണം കാണുന്ന ഉടനെ അതിനെക്കുറിച്ച് ഭാവന ചെയ്യുകയാണ്, ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ഭാവനയുടേതായിട്ടുള്ള ലോകത്ത് നിന്നുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുന്നത്, അതിന്റെ വരുംവരായികളെ കുറിച്ച്, പാസ്റ്റിനെ കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നതാണ് ഭാവനാവബോധം എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകളെല്ലാം ഭാവനാവബോധത്തിലാണ് വരുന്നത്. നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ ആശങ്കകൾ എല്ലാം, ആശങ്കകൾ പൂർവ്വകാലത്തെ കുറിച്ചാണ്. പൂർവ്വകാലത്തെ ഓർമ്മകൾ വെച്ചുകൊണ്ടാണ് ആശങ്കകൾ ഉണ്ടാകുന്നത്. ആശങ്കകൾ ഇനി വരാൻ പോകുന്ന കാലത്തെയും പൂർവ്വകാലത്തെയും ചേർത്തുകൊണ്ടുണ്ടാക്കുന്നതാണ്. അപ്പോ ഇവയെല്ലാം കൂടെ ചേർത്ത് വരുന്ന ഭാവനാവബോധം എന്ന് പറയുന്നത്. നമ്മുടെ ഇമാജിനേഷൻസ് മുഴുവൻ അതിനകത്താണ് വരുന്നത്. എന്താണോ ഇമാജിൻ ചെയ്യുന്നത് പിന്നീട് സംഭവിക്കും എന്നുള്ളത് മറ്റൊരു വശം. അപ്പോ ഭാവനാവബോധം എന്നുള്ളത് അത് ജീവിതത്തിന്റെ ഒരു മാനമാണ്. വേറൊന്നാണ് പ്രേരാവബോധം അല്ലെങ്കിൽ പ്രേരിതാവബോധം. എന്താണ് പ്രേരിതാവബോധം? ഞാൻ ഒരു ആള് പറയുന്നത് കേട്ടു, ഞാൻ കുറെ പുസ്തകങ്ങൾ വായിച്ചു, പുസ്തകങ്ങളിൽ പറയുന്നു ശാസ്ത്രീയമായി ഇതിങ്ങനെയാണ്, ശാസ്ത്രീയമായി അത് അങ്ങനെയാണ് എന്ന് ഞാൻ പഠിക്കുന്നു. അപ്പോ ആ കിട്ടിയ സ്ഥിതിവിവരങ്ങൾ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നോട് ഉണ്ടാക്കിയ പ്രേരണയുടെ ഇൻഡക്ഷന്റെ പുറത്ത് അത് ശരിയാണ്, അതാണ് എന്റെ ലോകം എന്ന രീതിയിൽ ജീവിച്ചു പോകുന്നത്. വിദ്യാഭ്യാസം നേടിയ ആളുകളുടെ പൊതുവെയുള്ള കുഴപ്പമാണ് ആ വിദ്യാഭ്യാസത്തിലൂടെ സിദ്ധിച്ച അക്ഷരം മുതൽ ഇൻഫർമേഷൻ വരെയുള്ള കാര്യങ്ങൾ ശരിയാണെന്നുള്ള ബോധം. ഈ അക്ഷരം മുതൽ അക്ഷരരൂപത്തിൽ വന്നു കഴിഞ്ഞു. ഇപ്പൊ മലയാളി പത്രം വായിക്കുന്നവനായിരുന്നല്ലോ,
പത്രം വായിക്കുന്നവനായിരുന്ന മലയാളിയുടെ ബോധത്തിലേക്ക് വിഷയങ്ങൾ ഇട്ടുകൊടുത്തത് എങ്ങനെയാണ്? പത്രത്തിൽ നമ്മളൊരു വാർത്ത കൊടുത്താൽ അത് ശരിയാണെന്നുള്ള ധാരണ നമുക്കുണ്ടായി. അപ്പോ ആ വിധത്തിൽ നമ്മൾ ഇവിടെ പല കാര്യങ്ങളും ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അക്ഷര രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ വിശ്വാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ധാരണകൾ ഉണ്ടാക്കാൻ പറ്റും, പ്രേരണകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതാണ് അക്ഷരം. ഇപ്പോ സോഷ്യൽ മീഡിയ വന്നു, മൊബൈല് അല്ലെങ്കിൽ അങ്ങനെ വിഷ്വൽ മീഡിയകൾ വന്നു, ഇപ്പോൾ വെർച്വൽ മീഡിയകൾ പലതും വന്നുകൊണ്ടിരിക്കുന്നു. ഈ മീഡിയകൾ നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന പ്രേരണകൾ, ഈ പ്രേരണകൾ നമ്മുടെ ഉള്ളിൽ അവബോധം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അടുത്തത്. അപ്പോ ഇതിൽ മുഖ്യമായിട്ട് വരുന്നത് സഹജാവബോധം, ശിക്ഷിതാവബോധം, ധാരണാവബോധം, ഭാവനാവബോധം, പ്രേരണാവബോധം എന്ന് പറയുന്ന 5 അവബോധങ്ങൾ. ഈ അവബോധം എന്താണ് നമ്മൾ ഇന്നലെ പഠിച്ചു? ബോധത്തിനുണ്ടാകുന്ന അപ്ഡേഷനാണ്. ബോധത്തിനുണ്ടാകുന്ന കാലികമായിട്ടുള്ള അപ്ഡേഷൻ. ഈ കാലികമായിട്ടുള്ള അപ്ഡേഷൻ കൊണ്ട് ബോധത്തിൽ ഇതിങ്ങനെയാണ് എന്ന ധാരണയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ആ ധാരണയ്ക്കനുസരിച്ച് ഇപ്പോ ശീലങ്ങളെ അടിസ്ഥാനമാക്കി ജീവിക്കുന്നവർ ശീലങ്ങളെ അടിസ്ഥാനമാക്കി മുമ്പോട്ട് പോകും. ശീലങ്ങളും വിശ്വാസങ്ങളും ചേർത്ത് വിചാരിക്കുന്നവർ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും. ശീലങ്ങളെ നോക്കില്ല, വിശ്വാസം മാത്രമേ നോക്കുള്ളൂ എന്നുള്ളവർക്ക് വീണ്ടും താഴെയായി. അങ്ങനെ ഈ 5 അവബോധങ്ങളിൽ എത്ര മാനങ്ങളിൽ നമുക്ക് എക്സ്പെർട്ടൈസ് ഉണ്ട്, എത്ര മാനങ്ങളിൽ നമ്മൾ കാര്യങ്ങളെ സ്വീകരിച്ചു വെക്കുന്നുണ്ട്, എത്ര മാനങ്ങളിൽ നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള ക്ഷമത നമ്മളിലുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടും. നമുക്ക് എക്സ്പെർട്ടൈസ് ഉണ്ട്, പക്ഷെ ഭാവന ചെയ്യാനുള്ള ശേഷിയില്ല. അതിനനുസരിച്ചായിരിക്കും ജീവിതം പോവുക. നമ്മൾ എക്സ്പെർട്ടൈസ് ഉണ്ട്, അതിനനുസരിച്ച് ഞാൻ ഭാവന ചെയ്തു, ജീവിതം അനുസരിച്ച് വിപുലപ്പെടും. അപ്പോ നമുക്ക് എത്ര അവബോധമുണ്ട്, അവബോധത്തിന് ഈ അവബോധം എന്ന് പറയുന്നത് ബോധത്തിന്റെ പരിവർത്തനം അല്ലെങ്കിൽ ബോധത്തിന്റെ കാലികമായിട്ടുള്ള അപ്ഡേഷൻ ആണെന്ന് പറഞ്ഞു. അതിന് എത്ര മാനങ്ങളുണ്ടോ, ഈ പറഞ്ഞ 5 മാനങ്ങളിലും നമുക്ക് എത്രത്തോളം മേഖലയിൽ സാധ്യതകളുണ്ടോ അത്രത്തോളം നമ്മുടെ ജീവിതം വിപുലപ്പെടും, ജീവിതത്തിന്റെ മാനങ്ങളും കൂടും. അപ്പോ നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നീളം, വീതി, ഉയരം, ഈ 3 കാര്യങ്ങളിലാണ് ഇവിടെ പറഞ്ഞത്. നീളം, വീതി, ഉയരം എന്നുള്ള കാര്യം, ജീവിതത്തിന്റെ നീളവും വീതിയും ഉയരവും തീരുമാനിക്കാൻ ഈ അവബോധത്തിന് കഴിയും. അവബോധത്തിന് എത്ര മാനങ്ങളുണ്ടോ അതനുസരിച്ച് നമ്മുടെ ജീവിതം കളർഫുൾ ആകാം, സ്ട്രെയിഞ്ച് ആവാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാവാം, കഷ്ടപ്പാടുകൾ നിറഞ്ഞതാവാം. അപ്പോ അവബോധത്തിലെ മാനങ്ങളാണ് ജീവിതത്തിന്റെ മാനങ്ങളെ, ജീവിതത്തിന്റെ സാധ്യതകളെ തീരുമാനിക്കുന്നത്. നിങ്ങൾ നിരീക്ഷിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് ഇത് പോകുന്നത്, നിങ്ങൾ എത്രത്തോളം അവബോധിതമാണ്, നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങളെ അറിയാം, കാര്യവിവരമുണ്ട് എന്നതിനെ കുറിച്ച് ഇത് വെച്ചൊന്ന് നിരൂപിക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ ആഴങ്ങളിൽ അറിയാനുള്ള പാകം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഇന്നത്തെ ചോദ്യത്തിനനുസരിച്ച് നമുക്ക് നാളത്തെ വിഷയങ്ങൾ തീരുമാനിക്കാം എന്നത് കൂടെ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.